പതിറ്റാണ്ടിനിടയിൽ ആദ്യമായിട്ടാണ് ഒമാൻ എന്ന് പറയുന്ന രാജ്യം ഏതെങ്കിലും ഒരു വലിയ രാജ്യവുമായിട്ട് ഒരു സ്വതന്ത്ര വ്യാപാര കരാർ സൈൻ ചെയ്യുന്നത്. അത് നമ്മുടെ ഇന്ത്യയുമായിട്ടാണ്. ഇന്ത്യയും ഒമാനും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെക്കുമ്പോൾ ഇത് ചരിത്ര നിമിഷമെന്നല്ലാതെ മറ്റൊന്നുകൊണ്ടും നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ കഴിയില്ല. ഇതിലൂടെ ഇന്ത്യയിലെ 98% ഉൽപ്പന്നങ്ങൾക്ക് ഒമാനിലേക്ക് നികുതി രഹിത പ്രവേശനമാണ് ഉറപ്പാവുക. വസ്ത്രങ്ങള്, ഭക്ഷണ ഉൽപ്പന്നങ്ങള്, അല്ലെങ്കിൽ വാഹനങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, പുനരുപയോഗ ഊർജം, അങ്ങനെ നിരവധി മേഖലകളിലുള്ളവർക്ക് ഇതിലൂടെ വലിയ അവസരം തുറന്നു കിട്ടും. 2020 ശേഷം ഒമാനിലുള്ള ഇന്ത്യൻ നിക്ഷേപം 3 ഇരട്ടിയായിട്ട് വർദ്ധിച്ച് $500 കോടി എത്തിയിരിക്കുകയാണ്. ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് ഒമാൻ തന്നെയാണ് ഔദ്യോഗികമായിട്ട്. ഒമാന്റെ വാണിജ്യ മന്ത്രി ഖൈസ് അൽ യൂസഫാണ് പറഞ്ഞത്. അതായത് ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സഹകരണം വളരെ തന്ത്രപരമായ നിലയിലേക്ക് മാറുകയാണ്. 2023 നവംബറിലൊക്കെയാണ് ഇന്ത്യയും ഒമാനും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കാനുള്ള ചർച്ചകൾക്ക് തുടക്കമാവുന്നത്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ശക്തമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിരിക്കുകയാണ്. രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഇത്തരമൊരു കരാറിൽ ഒപ്പുവെക്കുന്നതോടെ ഇന്ത്യക്ക് പുതിയ വിപണി തുറന്നു കിട്ടുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യയുമായിട്ടുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നത് ഒമാന്റെ എക്കണോമിക്കും വളരെയധികം ഗുണം ചെയ്യും. ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ ഒമാനാണ് ഇപ്പോൾ UAE-യുമായിട്ടും സൗദിയുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ ഒരൽപ്പം പുറകിൽ നിൽക്കുന്നത്. പക്ഷേ ധാരാളം എണ്ണ നിക്ഷേപമുള്ള ഒമാൻ അവരുടെ പരമ്പരാഗത സംസ്കാരവും അല്ലെങ്കിൽ പൈതൃകവും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ നിലനിൽക്കുന്ന ഒരു അറബ് രാഷ്ട്രമാണ്. ഇന്ത്യയുമായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായി തന്നെ വ്യാപാര ബന്ധങ്ങളുള്ള ഒമാൻ ഇപ്പോഴത്തെ രാജകുടുംബമാണെങ്കിലും ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി പുലർത്തി വരുന്നത്. ഒമാൻ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളുമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഇന്ത്യ ഒപ്പുവയ്ക്കുന്നുണ്ട്. നേരത്തെ ബ്രിട്ടനുമായിട്ടും സമാനമായിട്ട് നമ്മളൊരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരം വ്യാപാര കരാറുകൾ ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നവയാണ്. അതോടൊപ്പം തന്നെ ഏകപക്ഷീയമായിട്ട് ഇന്ത്യക്ക് മാത്രം ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലല്ല കരാറുകളൊന്നും തന്നെ വിഭാവനം ചെയ്തിരിക്കുന്നത്. മ്യൂച്വൽ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലാണ്. എന്ന് വെച്ചാൽ ഇന്ത്യക്കും പങ്കാളിക്കും തുല്യമായ ബെനിഫിറ്റുകൾ കിട്ടുന്ന രീതിയിൽ. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ഈ കരാറ് തീർച്ചയായിട്ടും ഇന്ത്യക്കും ഒമാനും ഗുണകരമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. പരസ്പര സഹകരണം, ടെക്നോളജി, സ്പേസ്, ഡിഫൻസ്, തീവ്രവാദത്തിനെതിരായ പോരാട്ടം, അങ്ങനെ ഒരുപാട് മേഖലകളിൽ ഓൾറെഡി ഇന്ത്യയും ഒമാനും പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ അത് വ്യാപാര ബന്ധത്തെ ഉയർത്തുന്നതിലേക്ക് എത്തുമ്പോൾ രണ്ട് രാജ്യങ്ങൾക്കും ഒരുപോലെ അത് ഗുണകരമായിട്ട് മാറുകയാണ്. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കണോമിക് കോറിഡോറിന്റെ സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ ഒരു പ്രോജക്റ്റ് കൂടി യാഥാർത്ഥ്യമാകുമ്പോൾ ഒരുപക്ഷെ ഒമാനും വലിയൊരു റോള് ഇതിൽ വഹിക്കാൻ സാധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗംഭീരമായ സ്വീകരണമാണ് ഒമാനിൽ ഒരുക്കിയിരുന്നത്. ഈ ഒരു പുതിയ കരാറ് കൂടുതൽ ഗൾഫ് രാജ്യങ്ങളും ഇന്ത്യയും തമ്മിൽ ഒരു സ്വതന്ത്ര കരാറ് സൈൻ ചെയ്യുന്നതിലേക്ക് നയിച്ചേക്കാം. മാത്രമല്ല നിരവധി രാജ്യങ്ങളുമായിട്ട് നിലവിൽ തന്നെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഇന്ത്യ ഏർപ്പെട്ടിട്ടുണ്ട്. ഭാവിയിൽ UAE-യുമായിട്ടും സൗദിയുമായിട്ടും ഒക്കെ തന്നെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഇന്ത്യ സൈൻ ചെയ്യാനുള്ള സാധ്യതയ്ക്ക് കൂടി ഇപ്പോഴത്തെ ഒമാനുമായിട്ടുള്ള ഈ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തത് കൂടുതൽ ഗുണകരമായിട്ട് മാറുകയും ചെയ്യും. എന്തായാലും ഇന്ത്യയുടെ ഒരു സഹോദര രാഷ്ട്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു രാജ്യം തന്നെയാണ് ഈ ഒമാൻ. പല സന്ദർഭങ്ങളിലും പല ഗൾഫ് രാജ്യങ്ങളും ഇന്ത്യക്കെതിരായിട്ട് പാകിസ്ഥാനോടൊപ്പം കൂടുതൽ അടുപ്പം കാണിക്കുകയും നിൽക്കുകയും ഒക്കെ ചെയ്തപ്പോഴും ഒമാൻ എന്ന് പറയുന്ന രാജ്യം കൃത്യമായ നിഷ്പക്ഷത പാലിക്കുകയോ അല്ലെങ്കിൽ പരോക്ഷമായിട്ടെങ്കിലും ഇന്ത്യക്ക് പിന്തുണ നൽകുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബന്ധം ഇപ്പോഴുമുണ്ട്. അതിന് പുറമെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ കമ്പനികൾ കോടിക്കണക്കിന് രൂപ ഒമാനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഒമാന്റെ GDP-യിലും എക്കണോമിക് ഗ്രോത്തിലും ഇന്ത്യക്ക് വലിയൊരു പങ്കുണ്ട്. ആ ഒരു സ്നേഹവും അല്ലെങ്കിൽ ഒരു കടപ്പാടും ഒക്കെ എപ്പോഴും ഇന്ത്യയോട് ഒമാനും കാണിക്കാറുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.